കുഞ്ഞിച്ചു സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലൈൻ്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 370 371 നമ്മൾ ഓൾമോസ്റ്റ് ബ്ലാക്ക് ലോറായിട്ട് കോട്ടപ്പ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ കൂടെ കഴിഞ്ഞാൽ പിന്നെ വെറും 7 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു മാങ്കയായിട്ട് കോട്ടപ്പ് ആകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കിട്ടുന്ന മാങ്ക പാനൽസിന് പഴയ പോലെ ക്വാളിറ്റി കാണത്തില്ല. സോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ. പിന്നെ പറയാനുള്ളത്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാനാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടത്തുള്ളൂ. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ആസ്റ്റർ ലൂഷ്യസിന്റെ നേരെ ചെല്ലുവാണ്. ആസ്റ്റർ മാത്രമല്ല യൂണോ ഉണ്ട്. ആസ്റ്റർ ഇപ്പൊ പറയുന്നുണ്ട്, ഇനി നീ പറയടാ ആർക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന്. എന്നാൽ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴും. അവിടെ മാത്രമല്ല ക്ലോർക്കിന്റെ മുഴുവൻ ഏകദേശം നാശത്തിന്റെ വക്കത്ത് നിൽക്കുവാണ്. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട, വേഗം പോകാം, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികളെ ഒരു നണ്ണ് വിളിച്ചുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ഇവൻ എന്തുവാണ് ഇവിടെ കാണിക്കുന്നത്, ഇവൻ എന്തുവാണ് ഇവിടെ ചെയ്യാൻ നോക്കുന്നത്? യൂണോക്കാടെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അതുപോലെയാണ് ലൂഷ്യസ് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. യൂണോ, എന്നോട് ഒരാൾ പറഞ്ഞു അവന്റെ റിയാലിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു ഹ്യൂജ് ഉള്ള സ്പെല്ല്, അൾട്രാ ഹ്യൂജ് സ്പെല്ല് തന്നെ അവൻ ക്രിയേറ്റ് ചെയ്യണം, അതും ആകാശത്ത്. സത്യം പറയുവാണെങ്കിൽ ഇത് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും അത് ഞാൻ പറയുവാണ്, അത് കാണാൻ വളരെ ഭംഗിയുണ്ട്. പക്ഷേ എന്ത് കുന്തമാണെങ്കിലും കൊള്ളാം, ഞാൻ എൻ്റെ രാജ്യത്തിനെ സംരക്ഷിച്ചിരിക്കും. അപ്പം തന്നെ നമ്മുടെ ഷാർലറ്റും കഷ്ടപ്പെട്ട് കിടന്ന് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചാകത്തില്ല, ഞാനിവിടെ ഒരിക്കലും ചാകത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ റിയൽ ബോഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താം. കാര്യം മറ്റൊന്നുമില്ല, അവൻ ആകെപ്പാട് ത്രെറ്റായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ രണ്ടുപേരെ മാത്രമാണ്. അതുകൊള്ള നിന്നെ ഇനി ഞങ്ങൾ അത്ര പെട്ടെന്ന് വിട്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലൂഷ്യസ് അവർ രണ്ടുപേരെ നിർത്താതെ തന്നെ അറ്റാക്ക് ചെയ്യും. നിനക്കൊരു മാറ്റമില്ല, നീ എപ്പോഴും ഞങ്ങളെക്കാട്ടും ഒരു പടി ഫ്രണ്ടിലാണെന്നും പറയുന്നുണ്ട്. അത് മറ്റാരുമില്ല, നമ്മുടെ സോറയും ഫിൻഡ്രലും ബാക്കിയുള്ളവരൊക്കെ ആയിരുന്നു. അവർ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ കാര്യം ഞങ്ങളുടെ കയ്യിലേക്ക് വിട്ടേക്ക്. അവരുടെ കയ്യിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിലും. അതായത് ഓരോ ബ്ലാക്ക് ബുൾസും ഓരോ ലൂഷ്യസിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുവാണ്. നീ ഒന്നും തന്നെ ആലോചിക്കണ്ട ആസ്റ്റ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നീ നേരെ അവിടേക്ക് വിട്ടോ. ആ സമയത്ത് തന്നെ ആസ്റ്റർ യൂണും കൂടെ അവിടെ ഉണ്ടായിരുന്ന ലൂഷ്യസിനെ ബൈപ്പാസ് ചെയ്ത് ഒറിജിനൽ ലൂഷ്യസിന്റെ ബോഡി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. അവിടെ നിന്ന് നമ്മുടെ മറിലിയോനെ മോറിസിന്റെ ഫൈലിലേക്ക് തിരിച്ചു പോകും. മോറിസ് പറയുന്നുണ്ട്, അങ്ങനെ അവന്മാരെല്ലാരും ചത്തല്ലേ, ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്തുവാണ് ലിവിങ് ഷീൽഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ എർത്ത് മാജിക് യൂസ് ചെയ്ത് കുറേയധികം ആൾക്കാരെ നമ്മുടെ മറിലിയോയുടെ നേരെ വിടുന്നുണ്ട്. മറിലിയോയുടെ പവേഴ്സ് ഭയങ്കരധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്ര പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. നന്നായി, ഇപ്പൊ അവന് മറ്റൊരു മാജിക്കൽ ആർട്ടിഫാക്ട് കൂടിയുണ്ട്. അത് മാത്രമല്ലാത്ത ഈ കോപ്പന്റെ റീജനറേഷൻ സ്പീഡ് എന്തും എനിക്ക് മനസ്സിലായി. നീ എന്തുവാണ് ഇവിടെ കാണിക്കാൻ നോക്കണേ? നീ ബാക്കിയുള്ളവരെ സാക്രിഫൈസ് ചെയ്ത് ഏറ്റവും ഉയരത്തിലേക്ക് പോകാനല്ല നോക്കിയത്, പക്ഷെ അത് നടക്കത്തില്ല. കാര്യം എല്ലാ മനുഷ്യർക്കും അവരുടേതായ ലിമിറ്റ്സ് ഉണ്ട്. പക്ഷെ നീ എന്നെ കണ്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ ലോകത്തിന്റെ നിയമങ്ങൾ തന്നെ ഞാൻ തിരുത്തി എഴുതി. എന്റെ ഈ ജീവിതം ഞാൻ പ്രിസർവ് ചെയ്യാൻ നോക്കി. അതിന്റെ റിസൾട്ട് കണ്ടോ, ദൈവം എന്നെ തന്നെ തിരഞ്ഞെടുത്തു. എന്നിട്ട് എനിക്ക് ഈ നോളജും ഈ എബിലിറ്റിയും കിട്ടി. എന്റെ ഒരു കൈ കൊണ്ട് എനിക്കെല്ലാം നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറു കൈ കൊണ്ട് എനിക്ക് അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതേ സമയം മോർസ് ക്രിയേറ്റ് ചെയ്ത അതെല്ലാം കൂടെ നമ്മൾ മറിലിയോന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ കൗണ്ട് അത്ര അധികമായിരുന്നു. മറിലിയോനൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേക്കാൻ നോക്കിയ നമ്മുടെ മറിലിയോയുടെ ശരീരമായിട്ട് പതുക്കെ പതുക്കെ പൊടിയാൻ തുടങ്ങി. മോർസ് ഇപ്പൊ കാണുന്നുണ്ട്, ദേ കണ്ടില്ലേ, ഇതാണ് നിന്റെ ലിമിറ്റ്. ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങളുടെ കൂടെ വന്ന് മാസ്റ്റർ ലൂഷ്യസ് നിന്റെ ലിമിറ്റ്സ് ഒക്കെ എടുത്തു മാറ്റും. പിന്നെ നിനക്ക് ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാൻ സാധിക്കും. ലിമിറ്റോ? എനിക്ക് ലിമിറ്റ് ഉണ്ടോ? ഡാ, നീ എൻ്റെ കൂടെ വാ, നീ എന്നിട്ട് എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ നോക്ക്. ഇല്ല, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, കാരണം നീ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരാളല്ല. സത്യം പറഞ്ഞാൽ ഇവളെന്ത് ജീവിയാണെന്ന് നോക്കണേ. അവൾക്ക് ഗ്രിമോർ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ആവറേജ് മാജിക് നൈറ്റിനെ കൊണ്ട് അവളെ തൊടാൻ പോലും പറ്റത്തില്ല. ആർക്കും എൻ്റെ കൂടെ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരുന്നത്. ആർക്കും എൻ്റെ കൂടെ വരാനും സാധിക്കത്തില്ല. പക്ഷേ ഇതിൽ കൂടുതൽ എനിക്കിനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് പുള്ളിക്കാരുടെ പുറകിലേക്ക് കുറേയധികം കൈകൾ വന്ന് പുള്ളിക്കാരനെ താങ്ങി പിടിക്കുന്നുണ്ട്. അത് പക്ഷേ അവളുടെ കോമ്രാഡ്സിന്റെ ആയിരുന്നു. കാരണം അവർ മാത്രമാണ് മറിലിയോനോടൊക്കെ അവരെ ട്രെയിൻ ചെയ്യാൻ പറഞ്ഞത്. ബാക്കി എല്ലാവരും മറിലിയോനെ കുറ്റം പറഞ്ഞു നടന്നപ്പോൾ അവർ മറിലിയോയുടെ കൂടെ നിന്നു. കാരണം അവർക്ക് മറിലിയോനെ പോലാകണമായിരുന്നു, സ്ട്രോങ്ങറായി മാറണമായിരുന്നു. മറിലിയോണ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ കുറച്ച് താമസിച്ചു പോയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വെർമിലിയൻ അവിടേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പവേഴ്സ് കൊണ്ട് അവിടെ തീ കൊണ്ടുള്ള ഒരു വാള് തന്നെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമല്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് തന്നെ എന്റെ ലിമിറ്റ്സ് ഒക്കെ സർപ്പാസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എന്താണൊക്കെ ചെയ്യുന്നു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളും പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. എന്നിട്ട് കുറേ അഗ്നിയും തീയും മാഗ്നയും എല്ലാം കൂടെ മേലിലേക്ക് ഉയരും. വെർമിലിയാണ് നമ്മുടെ മോറിസും ഒരേപോലെ അതിശയിച്ച് നിൽക്കുവാണ്. ഇവിടെ എന്തുവാണ് സംഭവിക്കണമെന്ന് മനസ്സിലാകാതെ. കാര്യം മറിലിയോനെ പോലെ തന്നെ പുള്ളിക്കാരുടെ കോമ്രാഡ്സ് എല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അവളെ പോലെ തന്നെ. എന്താണ്, ഞാൻ വീണ്ടും തിരിച്ചു വന്നോ? ഞാൻ മരിച്ചതായിരുന്നല്ലോ, എനിക്ക് ഉറപ്പാണ് ഞാൻ മരിച്ചതെന്ന്. പിള്ളേരെ, അത്ര പെട്ടെന്നൊന്നും ഇവിടെ കിടന്ന് മരിക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇനി മരിക്കാൻ അത്രക്ക് താല്പര്യമാണെങ്കിൽ വാ, നിങ്ങൾ എന്റെ പുറകെ വാന്ന് പറഞ്ഞിട്ട് മറിലിയോണ അവര് എല്ലാരെയും വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു പുള്ളിക്കാരുടെ കോമ്രാഡ്. അവരെല്ലാരും മോറിസിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. മോറിസിന്റെ ആർമിനെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവരെല്ലാരും കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഇതെന്താണ്, മരിച്ചുപോയ എല്ലാവരുടെയും സോൾസ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തോ? അതെങ്ങനെ സാധ്യമാകും? അതൊരിക്കലും സാധ്യമായിട്ട് കാര്യമില്ല. എന്തായാലും ഒരു കുഴപ്പമില്ല, ഞാനൊക്കെ വീണ്ടും നിന്നെ അങ്ങോട്ട് ഡിസ്മാൻഡിൽ ചെയ്താ ഇവിടെ എല്ലാം തീരുമില്ല എന്ന് പറഞ്ഞിട്ട് മോറിസ് നമ്മുടെ
മറിലിയോണെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കാര്യം എന്തെന്നാൽ മറിലിയോണക്ക് ഇപ്പൊ ഒരു ഫിസിക്കൽ ബോഡി ഇല്ല. പുള്ളിക്കാരുടെ ബോഡി ഫുള്ളി മാനായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇത് സാധ്യമല്ല. അതൊരിക്കലും ഒരു മനുഷ്യന് ചെല്ലാൻ പറ്റുന്ന ഒരു റിലമല്ല. അത് ഞങ്ങൾക്കുള്ള ദൈവങ്ങൾക്കുള്ള റിലമാണെന്ന് പറഞ്ഞുകൊണ്ട് മോറസ് കിടന്ന് കാറുന്നുണ്ട്. നിന്നെ പോലുള്ളവർക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാകുന്ന വരത്തില്ല. പക്ഷേ എന്റെ ജീവൻ രക്ഷിച്ച എന്റെ കോമഡേഴ്സ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തുവാണ് യഥാർത്ഥ മനുഷ്യരെന്ന്. മറിയിലോണം നിർത്താതെ തന്നെ നമ്മുടെ മോറിസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ റേഞ്ചറേഷൻ പതുക്കെ കുറയുന്നുണ്ട്. പുള്ളിക്കാരന് നമ്മുടെ മറിയിലോടെ കൂടെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ നിന്റെ ദൈവത്തിനെ പറ്റിയൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ നിന്റെയൊക്കെ സഹായം കൊണ്ട് മാത്രം ഞങ്ങൾ ഇപ്പോൾ ഒരു പടി കൂടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞുകൊണ്ട് മോറിസിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു മറിയില്ലോ. അങ്ങനെ ആ ഫൈറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിക്കുന്നത്. സോ നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്.